ഹയർ സ്റ്റഡീസ് എന്തിന് നിങ്ങൾ റെപ്യൂട്ടഡ് കോളേജസിൽ ചെയ്യണം? സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം. ഞാൻ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മളെല്ലാവരും ഹയർ സ്റ്റഡീസ് എടുക്കുന്ന സമയത്ത് നമ്മളോട് എക്സ്പേർട്സ് ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ നമ്മളോട് പറയും നല്ല NIT IIT പോലത്തെ കോളേജസ് അല്ലെങ്കിൽ കുറച്ചുകൂടി റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. ഇത് പറയാനുള്ള റീസൺസ് എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് അവിടെ ഒക്കെ പഠിക്കുന്നവരുമായിട്ട് കണക്ട് ചെയ്തു, അതുപോലെ തന്നെ അവിടെയുള്ള മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്തതിന്റെ പേരിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അതായത് ഈ റെപ്യൂട്ടഡ് കോളേജസിന്റെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് മെയിൻലി കിട്ടാനുണ്ട്. സോ ആ ഒരു 3 ബെനിഫിറ്റിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ അവിടെയുള്ള ഫ്രണ്ട് സർക്കിൾ ആയിരിക്കും. അതായത് മറ്റുള്ളവരുടെ ഫ്രണ്ട് സർക്കിൾ വളരെ മോശമാണെന്നോ അങ്ങനെയാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നീറ്റിൽ എത്രത്തോളം റാങ്ക് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ കിട്ടുക, അല്ലെങ്കിൽ ഇപ്പം IIT നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ജെയിൽ ഇത്രത്തോളം റാങ്ക് വേണം. അപ്പൊ ജെയിൽ അത്രത്തോളം ആ ഒരു എൻട്രൻസ് എക്സാം അത്രത്തോളം ടഫായ എക്സാം ക്രാക്ക് ചെയ്യുന്നവരെ അവിടെ ഉള്ളൂ. അപ്പൊ നമ്മളെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരും ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എത്തിയിട്ട് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്തവരായിരിക്കും. ഒബ്വിയസ്ലി നമ്മളെ ഫ്രണ്ട്സിനുള്ള ആൾക്കാരെ മൈൻഡ് സെറ്റ് കുറച്ചും കൂടി ഗ്രോത്ത് ഉള്ളതായിരിക്കും. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് ക്രാക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ തന്നെ 1-2 പേപ്പേഴ്സിൽ കേട്ടിട്ടുണ്ട്, നമ്മൾ നോർമലി ഒരു IIT NIT പഠിക്കുന്ന ആളുടെ മെയിൻ ഉദ്ദേശം അവിടുന്ന് പഠിച്ചിറങ്ങുന്ന എന്നുള്ളതിനേക്കാൾ ഉപരി അവിടേക്ക് ആളെത്തി എന്നുള്ളതാണ്. കാരണം അത്രയും കോമ്പറ്റീഷൻ ഉള്ള ആ ഒരു എൻട്രൻസ് എക്സാം ആള് ക്രാക്ക് ചെയ്തു എന്നുള്ളതാണ്. സോ അങ്ങനത്തെ ആൾക്കാർ നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാവുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. സോ ഓഫ് കോഴ്സ് അവിടെ ഉള്ളവർ കൂടുതലും അതാവാനാണ് സാധ്യത. മറ്റുള്ള കോളേജസിൽ എല്ലാമല്ല, മറ്റുള്ള കോളേജസിലാണെങ്കിൽ പോലും നമ്മളെ ഫ്രണ്ട് സർക്കിൾ അടിപൊളിയാക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്ക് അടിപൊളിയാവും. എല്ലാവരും പറയാറുണ്ട്, നമ്മൾ 5 കൂടെ ഉള്ളവർ 5 പൊട്ടന്മാരാണെങ്കിൽ ഒബ്വിയസ്ലി 6ാമത്തെ ആള് നമ്മളും എന്തായാലും പൊട്ടന്മാരായി പോകും എന്നുള്ള പറയുന്ന പോലെ നമ്മളെ ഫ്രണ്ട് സർക്കിൾ അത്ര അടിപൊളിയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് എന്തുണ്ടാവും, ഗ്രോത്ത് ഉണ്ടാവും. സോ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ആ ഒരു ആ ക്യാമ്പസ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി വളരെ ഹ്യൂജ് ആയിരിക്കും. ഇപ്പൊ എന്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന കോളേജസിൽ എനിക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. പക്ഷെ ഇത് നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന കോളേജസ് ഉണ്ട്. എന്റെ ഫ്രണ്ട്സിന്റെ ചില കോളേജസിലൊക്കെ അവർക്ക് അതുപോലെ കിട്ടി, അവർ പോയി അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് പിച്ചിങ്ങിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് കിട്ടിയെന്നൊക്കെ ഉള്ളത്. സോ അത് നമ്മളെ കോഴ്സിന് ഡിപ്പെൻഡ് ചെയ്യും, നമ്മളെ ക്യാമ്പസിന് ഡിപ്പെൻഡ് ചെയ്യും. അതിനൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ് എന്ത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത്. അപ്പൊ ഇതുപോലത്തെ റെപ്യൂട്ടഡ് കോളേജസിന് അതിനായിട്ടൊരു ഏരിയ ഉണ്ടാവും. ഇപ്പോൾ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്യുന്നവർ അതിനായിട്ടൊരു ഏരിയ ഉണ്ടാവും. പ്ലേസ്മെന്റ് സെല്ലിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള വലിയ റെപ്യൂട്ടഡ് കമ്പനീസ് വന്ന് പ്ലേസ്മെന്റ്സ് വരും. ഇപ്പം NIT IIT പ്ലേസ്മെന്റ് കൊടുക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. സോ അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടാനും ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടി വൈഡ് ആയിട്ട് കിട്ടും. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഫ്രണ്ട് സർക്കിളും ഓപ്പർച്യൂണിറ്റിയും വെച്ചിട്ട് നമ്മളെ കൂടെ ഉള്ള ഒരാൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് പ്ലാൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓഫ് കോഴ്സ് അയാൾ കോഫൗണ്ടർ ആക്കാൻ നമുക്കൊരു ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്കിങ്ങും നമ്മളെ നല്ല രീതിയിൽ ഇന്റലിജന്റും ആണെങ്കിൽ ഓഫ് കോഴ്സ് അയാൾ നമ്മളെ ചൂസ് ചെയ്യും. സോ നമുക്ക് അവിടെ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ബിൽഡ് ചെയ്തു. സോ ഇങ്ങനെ കോളേജസ് എന്ന് പഠിച്ച ഒരുപാട് സ്റ്റാർട്ടപ്സ്, ഒരുപാട് കമ്പനീസ്, ഒരുപാട് ബിസിനസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ നമുക്ക് എന്താക്കും, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്നുള്ളതാണ് സെക്കൻഡ് ഹൈലൈറ്റ്. തേർഡ് വൺ അവിടുത്തെ എൻവയോൺമെന്റ് ആണ്. അതായത് അവിടെയുള്ള എൻവയോൺമെന്റ് പക്ക നമുക്ക് ലൈബ്രറി ആയിക്കോട്ടെ, മെന്റർ സപ്പോർട്ട്സ് ആയിക്കോട്ടെ, എക്സ്പേർട്സ് ആയിക്കോട്ടെ, ഇനി അതല്ല വേറെ മറ്റ് ആ ക്യാമ്പസ് വൈബ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഗ്രോത്ത് മൈൻഡ് സെറ്റിനുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടാവും. പിന്നെ കംപ്ലീറ്റ്ലി ഞാൻ ഇതെല്ലാം പറഞ്ഞെങ്കിൽ പോലും ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് നമ്മളെ ബേസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പം ഞാൻ ഫൈനലി പറയാനുള്ള ഒരു മെയിൻ പോയിന്റ് എന്താ വെച്ചാൽ ഈ 3 സാധനങ്ങളും ഉണ്ട്. അതായത് നല്ല ഫ്രണ്ട് സർക്കിൾ നമുക്ക് ഡെവലപ്പ് ചെയ്തു, അതുപോലെ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല പക്ക എൻവയോൺമെന്റ് ആണ്, ലൈബ്രറി, റിസർച്ച് ലാബ്സ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എന്തായിരിക്കും? സോ നിങ്ങൾ പ്രോപ്പർലി യൂസ് ചെയ്യുന്നതിലാണ് ഇത് കിടക്കുന്നത്. സോ ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഗ്രാബ് ചെയ്യാത്തവന് എങ്ങനെ റിസൾട്ട് ഉണ്ടാവും? നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ തീരെ ചെയ്യാത്തവന് എങ്ങനെ ഗ്രോത്ത് ഉണ്ടാവും? എൻവയോൺമെന്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാവും? സോ ഗ്രോത്ത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ യുവർ ആക്ഷൻ. നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ടും ഗ്രോത്ത് ഉണ്ടാവുക. സോ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ റെപ്യൂട്ടഡ് കോളേജസിലേക്ക് എടുക്കുന്ന എൻട്രൻസിനൊക്കെ എടുക്കുന്ന ഹാർഡ് വർക്ക് ഉണ്ടല്ലോ, അത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ പൊട്ടൻഷ്യൽ മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ കാണാൻ നിങ്ങൾ ഒരുപാട് പേര് ഇപ്പം എത്ര പേര് നീറ്റിനൊക്കെ നോക്കുന്ന സമയത്ത് 15 ലക്ഷം 10 ലക്ഷം ഒക്കെ ആൾക്കാർ നീറ്റ് ചെയ്തിട്ട് വളരെ കുറച്ച് 50,000 ബിലോ ഉള്ള റാങ്ക് ഉള്ളവർക്കാണ് നമ്മളെ ഗവൺമെന്റ് സീറ്റുകളും കാര്യങ്ങളും കിട്ടുന്നത്. സോ അത്ര കോമ്പറ്റീഷനിൽ നമ്മൾ
ആ ഒരു വാറിൽ നമ്മൾ എന്താക്കാന് ജയിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് ക്രാക്ക് ചെയ്യുന്നവർക്ക് കരിയറിലായിക്കോട്ടെ പ്രൊഫഷണലായിക്കോട്ടെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സോ നിങ്ങളും ഇനി അടുത്ത നിങ്ങളെ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ കസിൻസോ ഫ്രണ്ട്സോ ഫാമിലീസിലോ നിങ്ങളോ ആണെങ്കിൽ റെപ്യൂട്ടഡ് കോളേജസ് ചൂസ് ചെയ്യുന്നത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതിന് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, അത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ മെയിൻ പോയിന്റ് ഈസ് വൺ തിങ്, നിങ്ങളുടെ ആക്ഷൻ ആണ് അതിലുള്ള കംപ്ലീറ്റ് തിങ്, റിസൾട്ടും എല്ലാം ഫോക്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു.